അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 28-ാം വാക്യം നമുക്ക് വായിക്കാം. അതിന് അവർ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധം ഉണ്ടായിരിക്കണം. ഗെരാർ രാജാവായ അബീമേലെക്കും സ്നേഹിതനായ അഹൂസത്തും സേനാപതിയായ ഫീക്കോലും ഗെരാറിൽ നിന്നും ഇസ്ഹാക്കിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ വാക്കുകളാണ് നാം കേട്ടത്. ഗെരാറിൽ നിന്നും ഇസ്ഹാക്കിനെ ഓടിച്ച വ്യക്തികളാണ് ഇപ്പോൾ സന്ധിക്കായി ഇസ്ഹാക്കിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. അബ്രഹാമിൻ്റെ കാലത്ത് കുഴിപ്പിച്ചിരുന്നതും അബ്രഹാം മരിച്ച ശേഷം ഫിലിസ്തീർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ച് തൻ്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേർ തന്നെ ഇട്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇസ്ഹാക്കിൻ്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ച നീരുറവുള്ള കിണർ കണ്ടു. അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ, ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസ്ഹാക്കിൻ്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവർ തന്നോട് ശണ്ടയിട്ടതുകൊണ്ട് അവൻ ആ കിണറിനെ ഏശക്കെന്ന് പേർ വിളിച്ചു. അവർ മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടതുകൊണ്ട് അവൻ അതിനെ സിത്ന എന്ന് പേർ വിളിച്ചു. അവൻ അവിടെ നിന്നും മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിനെ രഹോബോത്തെന്ന് പേരിട്ടു. അവിടെ നിന്നും അവൻ ബേർശെബയ്ക്ക് പോയി. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അവിടെ അവനൊരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അവിടെ തൻ്റെ കൂടാരം അടിച്ചു. അവിടെയും ഇസ്ഹാക്കിൻ്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു. ഇപ്പോൾ നാം കേട്ടത് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഇസ്ഹാക്കിൻ്റെ ദാസന്മാർ കിണർ കുഴിക്കുന്നു, മറ്റുള്ളവർ ശണ്ടയിട്ടുകൊണ്ട് ഇവരെ ഓടിക്കുന്നു. എവിടെയെല്ലാം മറ്റുള്ളവർ ഇവരോട് ശണ്ടയിട്ടുവോ എതിർത്ത് നിൽക്കുവാൻ നോക്കാതെ യഹോവയിൽ അവർ ആശ്രയിക്കുകയും ഇസ്ഹാക്ക് യാഗപീഠം പണിത് യഹോവയെ ആരാധിക്കുകയും ചെയ്യുന്നു. ശണ്ടയിടാത്ത കിണർ അവർ ഉപയോഗിക്കുന്നു. ഇസ്ഹാക്കിൻ്റെ മനോഭാവം മനസ്സിലാക്കിയ യഹോവ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇസ്ഹാക്കിന് പ്രത്യക്ഷനായി അവനെ ധൈര്യപ്പെടുത്തുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്യുന്നു. ഇസ്ഹാക്കിൻ്റെ കൂടെയുള്ള ദൈവം തൻ്റെ പിതാവിൻ്റെ ദൈവം തന്നെയാണ്. എത്ര പ്രതിസന്ധി വന്നാലും ഇസ്ഹാക്കിനെ മാറി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കെട്ടപ്പെട്ടവനായ യാഗപീഠത്തിൽ നിരത്തിയിരിക്കുന്ന വിറകിന്മീതെ മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോൾ അബ്രഹാമിൻ്റെ കത്തിമുനയിൽ നിന്നും രക്ഷിച്ച ദൈവത്തിന് കേവലം ജലത്തിൻ്റെ കാര്യത്തിൽ തന്നെ സഹായിക്കുവാൻ കഴിയും എന്ന് ഇസ്ഹാക്കിന് അറിയാമായിരുന്നു. യഹോവ പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. ആ വാക്ക് അധികം ഉറപ്പിക്കുന്നതായിരുന്നു ഗെരാർ രാജാവായ അബീമേലെക്കിൻ്റെ വാക്കുകൾ. യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു എന്ന് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 28-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രശസ്ത ക്രിസ്തീയ ഗായകനായ ഹിൽഡിംഗ് ഹാൽവർസണിൻ്റെ വീടിൻ്റെ പിൻഭാഗത്ത് 3 കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കളിക്കിടയിൽ അവരുടെ സംഭാഷണം തങ്ങളുടെ പിതാക്കന്മാരെക്കുറിച്ചായി. ഒരു കുട്ടി പറഞ്ഞു, എൻ്റെ പപ്പ ഏറെ പ്രശസ്തനാണ്. അത് കേട്ട രണ്ടാമത്തെ കുട്ടി പറഞ്ഞു, അതിൽ വലിയ കാര്യമില്ല, എൻ്റെ പപ്പായെ നഗരത്തിലെ മേയർ വരെ അറിയും. ഈ സംഭാഷണം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഹാൽവർസൺ അടുത്ത കുഞ്ഞിൻ്റെ സംഭാഷണത്തിനായി കാതോർത്തു. അത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ശബ്ദമായിരുന്നു. അവൻ തൻ്റെ പതിഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, അതിലൊന്നും വലിയ കാര്യമില്ല, എൻ്റെ ഡാഡിക്ക് ദൈവത്തെ അറിയാം. ഹാൽവർസൺ ഈ വാക്കുകൾ കേട്ടയുടൻ താൻ ഇരുന്ന മുറിയിൽ മുട്ടുകുത്തി. ദൈവത്തോടുള്ള നന്ദിയാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നും എൻ്റെ മകനെ ഈ നിലയിൽ എന്നെക്കുറിച്ച് പറയുവാൻ എനിക്ക് ബലം നൽകണമേ. കുഞ്ഞുങ്ങൾ നമ്മുടെ ആത്മീയ നിലവാരം നന്നായി മനസ്സിലാക്കുന്നുണ്ട് എന്ന് നാം ഓർക്കണം. ഇസ്ഹാക്കിന് തൻ്റെ പിതാവിൽ നിന്നും ലഭിച്ച ദൈവഭയം തൻ്റെ മകനായ യാക്കോബ് പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. യാക്കോബ് ലാബാനോട് പറയുകയാണ്, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ഭയവുമായവൻ
എന്നോട് കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ നീ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ ചണ്ടയിട്ടപ്പോൾ തിരഞ്ഞെടുപ്പിനുള്ള അവസരം ലോത്തിന് കൊടുത്തുകൊണ്ട് അബ്രഹാം മാതൃക കാണിച്ചു. ദൈവം അവനിൽ പ്രസാദിച്ചു. ഇവിടെ ഇതാ കിണറിന് വേണ്ടി ചണ്ട ഇട്ട ഇടയന്മാരുമായി ഒരു പ്രശ്നമുണ്ടാക്കാതെ ദൈവത്തെ ഭയപ്പെട്ട ഇസ്ഹാക്കിനെ തേടി ഗെരാർ രാജാവ് തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഗെരാർ രാജാവായ അബീമേലെക്കിന് ഇസ്ഹാക്കിനോട് ഒരു അപേക്ഷയേ ഉള്ളൂ. അത് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം കേട്ട് കഴിഞ്ഞു. ഇസ്ഹാക്ക്, നിങ്ങളോടൊരു ദോഷവും ചെയ്യില്ല എന്ന് ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം. ഇതാണ് അപേക്ഷ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, സാഹചര്യം എത്ര പ്രതികൂലമായാലും നമ്മുടെ അധ്വാന ഫലം ആരൊക്കെ സ്വന്തമാക്കിയാലും യഹോവയുടെ മുഖത്തേക്ക് നോക്കി ജീവിക്കുക, ദൈവഭയത്തോടെ ജീവിക്കുക. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ദൈവഭയത്തോടെ ജീവിക്കുക. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ എന്ന് 127-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ മക്കളെ ദൈവഭയത്തിൽ വളർത്തുന്നതിനേക്കാൾ ദൈവം പ്രസാദിക്കുന്ന മറ്റൊരു കാര്യവുമില്ല എന്ന് നാം മനസ്സിലാക്കണം. അബ്രഹാമിനെ ദൈവം വാരിക്കോരി അനുഗ്രഹിച്ചതിന് ഒരു കാരണം അവൻ തൻ്റെ മകനെ ദൈവത്തിന് നൽകുവാൻ തക്കവണ്ണം യഹോവയെ ഭയപ്പെട്ടു എന്നതാണ്. ആ തൻ്റെ മകൻ ഇസ്ഹാക്ക് ദൈവഭയമുള്ളവനായി ജീവിച്ചു. തൻ്റെ മകൻ യാക്കോബിന് മാതൃക കാട്ടി. ആകയാൽ ഈ പുതിയ ദിനത്തിൽ നമുക്കും ദൈവഭയത്തിൽ ജീവിക്കുവാനും ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് നമ്മെ കാണുന്നവർ സാക്ഷ്യം പറയുവാനും ഇടവരുമാറ് കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ദൈവഭയത്തോടെ ജീവിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യാശ നൽകി കൊടുക്കണമേ. ജഡത്തിൽ കഷ്ടത അനുഭവിക്കുവാനിടവരാതെ അങ്ങ് അവരെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.